നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. CR7 സ്വയം നാണിക്കണം. പോർച്ചുഗീസ് മാധ്യമങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ റെഡ് കാർഡിനെയും പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് യോഗ്യത ഇങ്ങനെ നീണ്ടു പോകുന്നതിനുമൊക്കെ കുറിച്ച് വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം അയർലൻഡിനെതിരെയുള്ള മത്സരം പോർച്ചുഗൽ പൊട്ടി. ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ്. വളരെ ക്രൂഷ്യലായ അടുത്ത മത്സരം ക്രിസ്ത്യാനോക്ക് കളിക്കാനും പറ്റില്ല. പോർച്ചുഗൽ ഒരു സമനില മതി അർമേനിയക്കെതിരെ വേൾഡ് കപ്പ് യോഗ്യത നേടാൻ. എന്നാലും ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പിഴവുണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല എന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് എബോല അദ്ദേഹത്തിനെതിരെ ശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് അവരുടെ എഡിറ്റോറിയലിലൂടെ അഴിച്ചുവിടുന്നത്. സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. കളിയുടെ ഒരു 60 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഷിയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം. ക്രിസ്ത്യാനോയുടെ ഷർട്ട് അയാൾ പിടിച്ചു വലിക്കുകയായിരുന്നു. ക്രിസ്ത്യാനോ അതിൽ നിന്ന് റെസിസ്റ്റ് ചെയ്തതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അവസാനം ആ എൽബോ ഒന്ന് കുത്തുന്ന രൂപത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. അതാണ് പണി പാളിയത്. ഓഷി സ്വാഭാവികമായിട്ടും ആ എൽബോ കിട്ടിയിട്ടുണ്ടാവാതിരിക്കാം. അതത്ര വ്യക്തമല്ല. അയാളത് എക്സാജറേറ്റ് ചെയ്ത് വീണ് ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡും കിട്ടി. മാത്രമല്ലെന്നേ, അതിനിടയിൽ ക്രിസ്ത്യാനോ കാണികളെ നോക്കി ഇങ്ങനെ കരയുന്ന രൂപത്തിൽ കാണിക്കുന്നു. ആ കാണികൾ കൂവുന്നു. ആകെ ബഹളം. പിന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് കയറിപ്പോകുന്ന റെഡ് കാർഡ് കിട്ടിയപ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങളിൽ എബോല പ്രത്യേകം അത് പറയണം. അവർ പ്രത്യേകം എടുത്തു പറയുന്നത്. നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് അവർ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് നോക്കാം. എബോലയുടെ ഹെഡ്ലൈൻ തന്നെ ക്രിസ്ത്യാനോ ഷുഡ് ബി അഷെയിംഡ് എന്നാണ്. ക്രിസ്ത്യാനോ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം നാണിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഓതറായിട്ടുള്ള ഹ്യൂഗോ വാസ്കോനസെലോസ് പറയുന്ന വിവരം എങ്ങനെയാണ്: എന്താണ് ക്യാപ്റ്റൻ ചെയ്തത്? ക്യാപ്റ്റൻ ചെയ്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് അധികം അഗ്രഷൻ കാണിച്ചു എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ളൊരു മൊമെൻറ്റിൽ ടെമ്പർ തെറ്റാൻ പാടില്ല. ഫ്രസ്ട്രേഷൻ കാരണം ടെമ്പർ തെറ്റുക അത് പാടില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഇതിലേറ്റവും വേസ്റ്റ് പാർട്ട് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇങ്ങനെ കരയുന്ന രൂപത്തിൽ അയർലൻഡുകാരെ നോക്കി കാണിച്ചതാണ്. പിന്നെ ആ ഐറിഷ്മാൻ ഫേക്ക് എൽബോയിങ് എന്നുള്ളതിൽ അയാൾ ഫേക്കിംഗ് ആണ് എന്ന രൂപത്തിൽ കൂടി കാണിച്ചു. ഏതായാലും ആ ജസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ വളരെ നാണക്കേടുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം തന്നെ എടുത്തു പറയുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, തള്ളിപ്പറയേണ്ട ഒന്നാണ് എന്ന് പോർച്ചുഗീസ് മാധ്യമം പോലെ പറയുന്നു. അതോടൊപ്പം തന്നെ ഐറിഷ് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ കാര്യങ്ങൾ എടുത്തു പിടിക്കും. അവർ കൂടുതലായിട്ട് എഴുതി പിടിപ്പിക്കുകയും ചെയ്യും. എന്തായാലും അവരുടെ കോച്ച് ഈ വിഷയത്തിൽ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു ഒരുപാട്. അത് അപ്പോഴത്തെ ഒരു ഫൂളിഷ്നെസ്, ആ ഒരു മൊമെൻറ്റിലെ ഫൂളിഷ്നെസ്സിൽ സംഭവിച്ചതായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അയർലൻഡിൻ്റെ കോച്ച് പിന്നീട് പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.